ഈ വണ്ടി കണ്ട മനസ്സിലായി കാണല്ലോ എവിടെയാന്നുള്ളത്. യെസ്, നമ്മുടെ പാലക്കാട് തന്നെയാണ്. അപ്പൊ നല്ല ബിരിയാണി കഴിക്കണം, അതാ പരിപാടി. പാലക്കാട് മാത്രം സ്വന്തമായിട്ട് ബിരിയാണി ഉണ്ടല്ലോ, നമ്മുടെ റാവുത്തർ ബിരിയാണി. അതിന് പറ്റിയൊരു കട, എല്ലാ കടകളും പറയാം. കമാൺ. കഴിച്ചാ? എന്ത് കഴിച്ചു? ദോശയോ? ഉച്ചയ്ക്കോ? ബിരിയാണി വേണ്ടേ? ബിരിയാണി കഴിക്കില്ല. ഇത് മൂത്തവനാ? ആ, എന്റെ പേരെന്താ? സലീം. തുടങ്ങിയിട്ട് ഇപ്പൊ എത്രയായി? ഞാൻ ഹോട്ടൽ തുടങ്ങിയിട്ടൊക്കെ കുറേ ആയി. അത് സാധാ ഭക്ഷണമാണ്. ഇപ്പൊ ബിരിയാണി തുടങ്ങിയിട്ട് 2 കൊല്ലമായി. അപ്പൊ ആദ്യം കണ്ടുപിടിക്കുന്നു ഉമ്മ? ഇവിടെ തന്നെ. ആദ്യം ഇവിടെ തന്നെ? ഞാനിപ്പോ 8 കൊല്ലമായി ഇവിടെ വന്നിട്ട്. ഈ 8 കൊല്ലവും ഇവിടെ തന്നെ. ഇപ്പൊ എന്തൊക്കെ ബിരിയാണി ഐറ്റം എന്തൊക്കെയാ? ഇപ്പൊ തലശ്ശേരി, റാവുത്തർ, ബീഫ്, ചിക്കൻ. പിന്നെ ഉച്ചയ്ക്ക് ഊണുമില്ലേ? ഊണുണ്ട്, മീൻ വറുത്തത് എല്ലാം ഉണ്ട്. കാലിന് വയ്യേ? ഞാൻ ചെറുതായി വീണു മോനെ. അയ്യോ, എപ്പോ? ഇപ്പോഴല്ല, ഇപ്പൊ അന്നേക്ക് 15 ദിവസമായി. നമ്മൾ ഉച്ച കഴിഞ്ഞാൽ അടക്കില്ലേ ഇപ്പൊ കട? ഇവിടെ തന്നെ താമസം. അടക്കുകയേ ഇല്ല, കഴിയോളം കൊടുക്കും. രാത്രി കിട്ടും? കിട്ടും. ഉണ്ടെങ്കിൽ ഇനി വയ്ക്കില്ല. ഉണ്ടാക്കി ബാക്കി ഉണ്ടെങ്കിൽ കൊടുക്കും. ചോറിന് സൈഡ് വരുന്ന നമുക്ക് തേങ്ങ ഒഴിച്ച മീൻകറി, സാമ്പാർ, രസം, മോര്, 2 കൂട്ടാൻ. പിന്നെ പപ്പടം. എത്ര ചോറ്? ചോറ് 50 റുപ്യ. 50 രൂപയുള്ളൂ. 50 റുപ്യ. 5 കഷ്ണം മീനുണ്ടെങ്കിൽ 20 റുപ്യ. ഇത് മത്തി? 5 പിന്നെ സിലോപ്പിയ ഉണ്ടാവും 30 റുപ്യ, 40 റുപ്യ. ചെമ്പല്ലി എല്ലാം കൂടി 100 രൂപ. 100 രൂപ എല്ലാം 100 റുപ്യ എല്ലാം മാക്സിമം പോയാല്. പിന്നെ ബിരിയാണി ആയിട്ട് നമുക്ക് എന്താ? തലശ്ശേരി റാവുത്തറും പിന്നെ തലശ്ശേരി റാവുത്തറും നെയ്ച്ചോറ്. നെയ്ച്ചോറിന് നെയ്ച്ചോറിന് തന്നെ ചിക്കൻ, ബീഫ് ഫ്രൈയാ? ബീഫ് വരട്ടിയത് 120 റുപ്യ. ഉമ്മന്റെ മോനോ? അല്ല, മൂന്നാമത്തെ. നോർമലി ഇപ്പൊ ബിരിയാണിന്റെ കൂടെ ഫ്രൈ വേറെ സെപ്പറേറ്റ് വരുന്നുണ്ട്, എങ്ങനെയാ? ഇല്ലല്ല, ഇതിപ്പോ നമ്മൾ ഒരു ബിരിയാണി കപ്പിൽ കൊടുക്കണില്ലേ, ഇതിന്റെ കൂടെ 2 ചില്ലി, മുട്ട, 1 ലെഗ് പീസ്. അല്ല, അതിപ്പോ ഈ റൈസിന്റെ കൂടെ 2 കഷ്ണം പീസ് ഉണ്ടാവും. 2 കഷ്ണം. അതിന് പുറമെ ഫ്രൈ വേറെയും കൊടുക്കും. അതിന്റെ കൂടെ തന്നെ ഫ്രൈയും എല്ലാം കൂടി 120 റുപ്യ. അത്രേ ഉള്ളൂ. ഉമ്മയുടെ ബിരിയാണി കഴിക്കാൻ ഈ തിരക്ക് എന്താണെന്ന് വെച്ചാലേ, ഉമ്മയുടെ ബിരിയാണിക്ക് 2 കാര്യം. നല്ല ബിരിയാണിയാണ്, കൂടെ മുഹബത്തുണ്ട്. ഉമ്മയുടെ സ്നേഹം, ഉമ്മ സ്നേഹത്തോടെയാണ് ബിരിയാണി വിളമ്പി കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റാണ് അതിൻ്റെ ഹൈലൈറ്റ്. അതാണിത് തിരക്കും. കാരണം ആൾക്കാർ കാണില്ലേ, വൻ തിരക്കാണ്. പാലക്കാട് വരുന്ന നിർബന്ധമായിട്ട് ഒരു തവണ വരണം, ഉമ്മയെ കാണണം, നല്ല ഭക്ഷണം കഴിക്കണം. പാലക്കാട് വന്ന് നമ്മൾ റൗത്ത് ബിരിയാണി കഴിക്കാൻ അങ്ങനെ പോവുക. അതുകൊണ്ട് ചോറ് വേണ്ട തവണ. പിന്നെ ബിരിയാണി തന്നെ ഉണ്ടല്ലേ, എല്ലാ ബിരിയാണിയും സെയിം റേറ്റാണ്. തലശ്ശേരി ബിരിയാണി 120, ഇതും 120. ഓൾറെഡി 3 പീസ് ചിക്കൻ ഓൾറെഡി ഉണ്ടാവും. ഇതിനുള്ള പീസ് ഉണ്ടല്ലേ, ചിക്കൻ ഉണ്ടാവും. അതിന് പുറമെ ഒരു ഫുൾ പീസ് കാലുണ്ടാവും. അതിന് പുറമെ തന്നെ 2 തരം ഗ്രേവി. ബിരിയാണിക്ക് ഒരു കറി കൂട്ടി കഴിക്കുക, പാലക്കാട്ടിന് മാത്രമേ അങ്ങനെ കഴിക്കാറുള്ളൂ. കഴിച്ചാറുണ്ട്. പിന്നെ അത് വേണ്ടെങ്കിൽ ചിക്കൻ കറി അത് പ്രശ്നം. വിത്ത് പീസാട്ടോ, ഇങ്ങനെ വിത്ത് പീസ് ചിക്കൻ കറി ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലേശം അച്ചാറും കൂട്ടി റാവുത്തർ ബിരിയാണി. പൊളി. ഇതിപ്പോൾ തലശ്ശേരി ബിരിയാണി. ചിലപ്പോൾ എക്സ്ട്രാ ലൊക്കേഷൻ എന്താ? കൊപ്പത്താണ്. ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. ഉമ്മാസ് നടിക്കുന്നത് തന്നെ വരും. അപ്പം അന്ന് കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് കഴിച്ചിട്ട് പോവാം.
ചക്ക ഞാൻ വിട്ടേക്കട്ടെ. അടുത്തൊരു വീഡിയോ വീണ്ടും பார்க்கலாம். വീണ്ടും സന്ധിക്കും വരെ വണക്കം.